സി എസ് ആറും കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. അതായത് നമ്മുടെ സിസ്റ്റം മാനേജിങ് എ കമ്പനി ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് അവരുടെ കമ്പനി മാനേജ് ചെയ്യണത് എന്താ പറയുക, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ എന്തെന്ന് പറയാം, നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം. അതേപോലെ തന്നെ എല്ലാം ഡയറക്റ്റഡും അതേപോലെ കൺട്രോൾ ചെയ്യണ കാര്യം എന്താ പറയുക, കോർപ്പറേറ്റ് ഗവേണൻസിന് പ്രാക്ടീസ് അനുസരിച്ചിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെ കമ്പനീസിൻ്റെ ഒരു സിസ്റ്റമായിട്ട് കൺട്രോൾ ചെയ്യും ഡയറക്റ്റ് ചെയ്യുന്നതിനും പറയാം എന്തെന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നും പറയാം. അക്കോർഡിംഗ് ടു വേൾഡ് ബാങ്ക് പറയണത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞത് അബൌട്ട് പ്രൊമോട്ടിങ്, എന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യണത്, ഫെയർനെസ്, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുക, ട്രാൻസ്പാരൻ്റ് ആവുക, എക്കോണമി ഉത്തരവാദിത്തമാണ്. ഇത് മൂന്നാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഒരു വേൾഡ് ബാങ്കിൻ്റെ അഭിപ്രായ പ്രകാരം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞത് എന്താ, നമ്മൾ ഫെയർനെസ്, അതായത് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, അതേപോലെ തന്നെ ഉത്തരവാദിത്തം, ഒബ്ലിഗേഷൻസ്. സി എസ് ആർ എന്ന് പറഞ്ഞത് വെൽ ഡിഫൈൻഡ് കൺസെപ്റ്റ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദോസ് എക്കണോമിക് ഏജൻറ്റ്സ് ഹു ഹാവ് പ്രൊവൈഡ് ക്യാപിറ്റൽ ഫോർ ദ പ്രൈം. അതായത് മെയിനായിട്ട് CAG, അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞത് മാക്സിമം പ്രോഫിറ്റ് ഡിഫൈൻ ചെയ്യുക, അതേപോലെ തന്നെ ആരൊക്കെയാണോ നമ്മുടെ ക്യാപിറ്റൽ ഒരു ഫേമിലേക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന ആ എക്കണോമിക് ഏജൻസിൻ്റെ കാര്യത്തിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് അവരുടെ ഇതെന്നാണ്. അതേപോലെ CSR ഇറ്റ് ഡിഫറെൻറ്റ് ലൈസ് പെർസീവ്ലി. അതായത് ഇപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ, അതായത് CSRൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കറക്റ്റോ അല്ലെങ്കിൽ അതൊരു വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കലായി എന്നാണ് പറഞ്ഞത്. ഇതിൽ CSRൻ്റെ ഡെഫിനേഷൻ ഇതിനായിട്ട് തീരെ മാച്ച് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഇവോക്ക് ഈ കോൺസെപ്റ്റ് അപ്പാരൻ്റ്ലി ഇൻ കോൺട്രാസ്റ്റ് വിത്ത് പ്രോഫിറ്റ് മാക്സിമേഷൻസ്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആര് നോക്കാൻ പറയണത്, കോർപ്പറേറ്റ് ഗവേണൻസ്. എന്നാൽ CSR അങ്ങനെയല്ല പറയണത്. അത് അവർ തമ്മിൽ എന്താണ് കോൺട്രാക്സ്റ്റ് ഉണ്ടാവാറുണ്ട്. അവർ പറയുന്ന വാദങ്ങൾക്ക് എതിരെ അത് എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് സജ് എ സെക്ടർ ഓഫ് ആക്ഷൻ വിത്ത് ബെനിഫിറ്റ് ടു സം എക്സ്റ്റേണൽ മെയിൻലി എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് സപ്ലയേഴ്സ് ആവാം അല്ലെങ്കിൽ ഗവൺമെൻറ് ആവാം. നമ്മൾ പറഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന്. അപ്പോൾ അവരുടെയൊക്കെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, അവർക്കുള്ള ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ ഇതിൽ CSRൽ നോക്കണേ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പ്രോഫിറ്റ് അല്ല ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണത്. കോർപ്പറേറ്റ് ഗവേണൻറ്റും അതുപോലെ CSRൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ബെറ്റർ ഇമേജസ് ഓർഗനൈസേഷൻ, ഒരു നല്ലൊരു മുഖച്ഛായ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഡയറക്റ്റ്ലി എഫക്ട് ദ പെർഫോമൻസ് ഓഫ്, അതേപോലെ ഡയറക്റ്റ്ലി ആയിട്ട് വരുന്ന ഓർഗനൈസേഷനിൽ എന്താണ് വരേണ്ടത്, നല്ലൊരു ഇമേജ് ഉണ്ടായി എന്തുണ്ടാവണത്, പെർഫോമൻസും അതുപോലെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അത് പെർഫോമൻസ് ലെവലിൽ എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നല്ലൊരു മാറ്റം ഉണ്ടാവും. Corporate governance concerned with how business operate and aims for consideration given to all the shareholders when carrying out its activity. It has underlying issue of need for concerns for goods corporate ethics to value and what is right in society and with how it conduct itself. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുക, അതുപോലെ ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് കൺസിഡറേഷൻസ് കൊടുക്കേണ്ടത്. അവർ മെയിൻലി എയിം ചെയ്യുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എങ്ങനെയാണ് പറ്റുക, അതുപോലെ തന്നെ ഇത് അണ്ടർലൈങ് അസറ്റ്സ് ഓഫ് നീഡ് കൺസെപ്റ്റ് ഗുഡ് കോർപ്പറേറ്റ്, എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് നല്ല രീതിയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതേപോലെ വാട്ട് ഈസ് റൈറ്റ് ഇൻ സൊസൈറ്റി, എന്താണ് സൊസൈറ്റിയിലത്തെ റൈറ്റ്, അതേപോലെ ഹൗ ഇറ്റ് കണ്ടക്ട്സ് വിത്ത് ഇതൊക്കെ എങ്ങനെയാണ് നടന്ന് കാര്യങ്ങൾ പോവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ നോക്കുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ് CSRൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് അത് സിമിലറാണ്, പക്ഷേ സ്റ്റേറ്റഡ് ഹിയർ അത് അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ. റീബിൽഡിങ് ഓഫ് പബ്ലിക് ട്രസ്റ്റ്, അതായത് പബ്ലിക്കിൻ്റെ, അതായത് ജനങ്ങളിലെ വിശ്വാസം, അതേപോലെ അവരുടെ കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഇൻക്രീസിങ് ട്രാൻസ്പാരൻസി, അതായത് തുറന്ന് കാണിക്കുക,
കള്ളത്തരലാണ് മറച്ചു വയ്ക്കാതെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, നമുക്കൊരു ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഷെയർ ഹോൾഡർ കമ്പനി ആണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ അതുപോലെ ഇൻക്രീസ് ചെയ്യുക, അവർക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ് എ സ്ട്രോങ് ബ്രാൻഡ് ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി, അല്ലേ? നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ സ്ട്രോങ് റെപ്യൂട്ടേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മേക്ക് എ സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ റിലേഷൻ വിത്ത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതേപോലെ റിലേഷൻഷിപ്പ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളും ഉണ്ടാക്കുക. പിന്നെ കോൺട്രിബ്യൂട്ടിങ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് റീജിയൻ ആൻഡ് സൊസൈറ്റി അറൗണ്ട് ഇറ്റ്സ് ഏരിയാസ് ഓപ്പറേഷൻസ്. അതേപോലെ റീജിയൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുക. അഡ്രസ്സിങ് ഇൻ കൺസേൺസ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കൺസേൺസ് എന്ന് പറഞ്ഞാൽ ആവലാതി ബാലൻസ് ചെയ്ത് പോവുക. എന്നിട്ട് അതിലൂടെ എന്താ ഉണ്ടാവുക, നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രോങ് പൊസിഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ റെപ്യൂട്ടേഷൻ കാരണം ഈ കാര്യങ്ങളൊക്കെ ആവലാതിയൊക്കെ നീക്കം ചെയ്യുക, അത് ബാലൻസ് ചെയ്ത് പോവുക. Corporate governance here result better image of organization and directly affect the performance of organization. അതായത് ഓർഗനൈസേഷൻ്റെ ബെറ്റർ ഇമേജസ് ബെറ്ററായിട്ട് നല്ലൊരു ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആരെ കൊണ്ട്? കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടും അതുപോലെ CSR കൊണ്ടും. CSR is based on the concept of self-governance, which is related to external legal regulatory mechanism where wide control which a company takes managed. എപ്പോഴും CSR എപ്പോഴും സെൽഫ് ഗവേണൻസ് ആണ്. എന്തിനെ പറ്റിയിട്ട്? ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ആവാം, അല്ലെങ്കിൽ ലീഗൽ ആവാം, അല്ലെങ്കിൽ റെഗുലേറ്ററി മെക്കാനിസം പുറത്തത്തെ കാര്യങ്ങളാവും, അല്ലെങ്കിൽ ഗവൺമെൻറ് റൂൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ആര് ശ്രദ്ധിക്കുക? CSR. എന്നാൽ വേറെ വൈഡ് കൺട്രോൾ മെക്കാനിസം എന്ന് പറഞ്ഞത് അവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ ഒബേ ചെയ്തിട്ട് അവർക്ക് എന്താ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. റൂൾസും റെഗുലേഷൻസും എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക. വിത്ത് വിച്ച് എ കമ്പനി ടേക്സ് എ മാനേജ്മെൻറ്റ് ഡിസിഷൻ. ഇതിൻ്റെ ബേസിലായിരിക്കും, ഈ കൺട്രോൾ മെക്കാനിസത്തിൻ്റെ ബേസിലായിരിക്കും എന്തെന്നാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് CSRൻ്റെയും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെയും ഡിഫറൻസ് അതുപോലെ അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഒക്കെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. CSR ഇനീഷ്യേറ്റീവ് ചെയ്തേക്കുന്ന ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ് നമുക്ക്. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇന്ത്യ 4 രീതിയിലേക്കാണ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറയാം. അതിൽ ഫസ്റ്റ് ഫേസ് ഓഫ് CSR ഡ്രിവൺ ബൈ ദ നോബൽ ഡീഡ്സ് ഓഫ് ഫിലാന്ത്രോപ്പിസ്റ്റ് ആൻഡ് ചാരിറ്റി. അതായത് ഫസ്റ്റ് ഫേസിൻ്റെ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യസ്നേഹി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സോഷ്യലായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ മനുഷ്യസ്നേഹി എന്ന് പറയുക. അതുപോലെ ചാരിറ്റി, അതായത് സൊസൈറ്റിക്ക് വേണ്ടി നടക്കുന്ന വ്യക്തികൾ. അപ്പം അങ്ങനത്തെ ഫേസിനെ ആദ്യമായിട്ട് കൺസിഡർ ചെയ്തത് ഫസ്റ്റ് ഫേസ് CSRൻ്റെ ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനുഷ്യസ്നേഹികൾ അല്ലെങ്കിൽ ചാരിറ്റിയുടെ ഫേസിലൊക്കെ ഇത് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഇതിലാണോ ഇതിലൊക്കെ ഏതിലൊക്കെ നമ്മുടെ ട്രഡീഷണൽസ് ഫാമിലീസിൽ, അതേപോലെ തന്നെ ട്രഡീഷൻസിൽ, അതേപോലെ നമ്മുടെ കൾച്ചർ റിലേഷൻ മതപരമായിട്ട് അലോങ് വിത്ത് ഇൻഡസ്ട്രിയലിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു. ഏതു വർഷം വരെ? 1980 വരെ ഈ കാര്യങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ദ വെൽത്തി ബിസിനസ് മാൻ ഷെയർഡ് ദെയർ റിച്ച്നെസ്. അതായത് ഈ വലിയ പൈസക്കാരായ ബിസിനസ് മാൻമാർ 1980 ആ സമയത്തുള്ള ബിസിനസ് മാൻമാർ അല്ലെങ്കിൽ ഒരു പൈസക്കാരൊക്കെ അവരുടെ റിച്ചസ്, അവരുടെ പൈസ എങ്ങനെയാണ് കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ അവർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവരത് ചിലവഴിച്ചിരുന്നു. അത് ബൈ ദ സെറ്റ് ചെയ്യും. ചിലപ്പോൾ അവർ സെറ്റിംഗ് അപ്പ് ടെമ്പിൾസോ അല്ലെങ്കിൽ അങ്ങനെ റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വെച്ചിട്ട് അവരത് സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇൻ ദിസ് ടൈം ഓഫ് ഫെമിൻസ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അല്ലെങ്കിൽ വിശപ്പ്, അങ്ങനത്തെ ദാരിദ്ര്യമൊക്കെ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്ന സമയത്ത് ദേ ഓപ്പൺ ദ എയർ ഗ്രാനറീസ്. ഈ നെല്ലറ എന്നൊക്കെ പറയില്ലേ, അവരുടെ അറപ്പുറകൾ എന്നൊക്കെ പറയില്ലേ, അതായത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലേസ്
അത് എന്താ ചെയ്തേ, ഫോർ ദ പുവർ ആൻഡ് ഹംഗ്രി പേഴ്സൺസിനെ അവർ തുറന്നു കൊടുത്തു. അതായത് ഈ കഷ്ടപ്പാടുള്ള സമയത്ത്, അതായത് ക്ഷാമം ഉണ്ടാവുന്ന സമയത്ത് എന്താ പറയുക, ഈ അവരുടെ കളപ്പുരകളൊക്കെ തുറന്നു, അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ തുറന്ന് കൊടുത്തിരുന്നു ഹംഗ്രി അല്ലെങ്കിൽ പുവർ പേഴ്സൺസിന്. ഈ അപ്രോച്ച് ചേഞ്ച് ആയത് CSR ഈ അപ്രോച്ച് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊളോണിയൽ റൂൾ ഇൻ 1850, അതായത് കൊളോണിയൽ റൂൾ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷിൻ്റെ റൂൾ ആ സമയത്ത് ആണ് ഇതിനൊരു മാറ്റം വന്നത്. ഇന്ത്യയിൽ ഇതൊരു മാറ്റം വന്നത്. ദ പ്രീ ഇൻഡിപെൻഡൻ്റ് എറ, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ് ഈ പൈനേഴ്സ് ഓർ ലൈക്ക് പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ഇന്ത്യ ഓൾസോ സപ്പോർട്ട് ദ കൺസെപ്റ്റ് ഓഫ്, അതായത് മുന്നോടിയായിട്ട് നടന്ന ആൾക്കാർ, ആ ആൾക്കാർ ഇൻഡസ്ട്രിയലൈസേഷനിൽ, അതായത് വ്യാപാരത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ CSRനായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ 90,000 ആ ടൈമിൽ ദ ഇൻഡസ്ട്രിയലിസ്റ്റ് ഫാമിലീസ്, അതായത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യാപാരികളായിട്ടുള്ള ആൾക്കാർ, ടാറ്റ, ബിർള, മോദീസ്, ഗോദ്രേജ്, ബജാജ്, സിംഗിൻസ്, ദേ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ പ്രൊമോട്ട് ചെയ്തത് സെറ്റിംഗ് അപ്പ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻസ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻസ്, അതേപോലെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നാലും ഇറ്റ് മേ ഓൾസോ ഇൻട്രസ്റ്റിംഗ് നോട്ട് ദാറ്റ് ഇതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ സോഷ്യൽ ബെനിഫിറ്റിന് തന്നെയാണ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ മോട്ടീവ്സിനും, അതായത് ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനും കൂടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞത്. CSR രണ്ടാം ഘട്ടത്തിൽ, അതായത് സെക്കൻഡ് ഫേസ് എത്തിയപ്പോൾ അത് ഇൻഡിപെൻഡൻസിന് സ്ട്രഗിൾ നടക്കണം, അതായത് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക യുദ്ധം നടക്കുകയായിരുന്നു, കാലഘട്ടത്തിലായിരുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്തായിരുന്നു. അവിടെ ഇൻഡസ്ട്രിയലിസ്റ്റ്, അതായത് ഇൻഡസ്ട്രിയിലുള്ള വ്യക്തികൾക്ക് പെർസ്യൂട്ട് ടു ഷോ ദെയർ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. അവർക്കൊരു പ്രഷറൈസ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക പ്രഷർ ഉണ്ടായിരുന്നു, അവരുടെ ഡെഡിക്കേഷൻസ് എന്താ പറയുക സൊസൈറ്റിയോട് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു ഡെഡിക്കേഷനുള്ള ഒരു പ്രഷർ ഏത് ടൈമിലുണ്ടായിരുന്നു, ഓൺ ദ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൻ്റെ ടൈമിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി urged to the powerful industrial to share their wealth for the benefits of unprivileged section of societies. ആർക്കിഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, അർജുന എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, അതായത് നമ്മുടെ എന്താ പറയുക ഇൻഡസ്ട്രിയലിസ്റ്റ്, അതായത് നല്ല പവറായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകളോട് ഗാന്ധിജി പറയണത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വെൽത്തും കാര്യങ്ങളും, അവരുടെ വെൽത്ത് അത് സൊസൈറ്റിയുടെ ബെനിഫിറ്റ്സ്, സൊസൈറ്റിയിൽ ഏത് അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻസ് സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യണം, അവരുടെ വെൽത്ത് കാര്യങ്ങൾക്ക് അവർക്കും കൂടി പ്രൊവൈഡ് ചെയ്യണമെന്ന് മഹാത്മാഗാന്ധി അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഹി ഗേവ് ദ കൺസെപ്റ്റ് ഓഫ് ട്രസ്റ്റിഷിപ്പ്. എന്നിട്ട് ഒരു ട്രസ്റ്റിഷിപ്പ്, അതായത് പണം മാത്രം സൂക്ഷിച്ച് വെക്കുന്നത് ബിസിനസ്മാൻമാരും, അതുപോലെ അത് കാര്യങ്ങൾ ചിലവഴിക്കുന്ന സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരത് ചിലവാക്കുകയാണ്. ഇങ്ങനെ ഈ കൺസെപ്റ്റ് ട്രസ്റ്റിഷിപ്പ് ഹെൽപ്പ് ദ സോഷ്യൽ എക്കണോമി, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ഇറക്കുമ്പോൾ സൊസൈറ്റിയിൽ എന്താണ് ഗ്രോത്ത് ഉണ്ടാവുകയാണ്, ഇന്ത്യയിൽ എന്താ ഉണ്ടാവുന്നത് ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്യണത് അല്ലേ. ഗാന്ധിജി റിഗാർഡ് ദ ഇന്ത്യൻ കമ്പനീസ്, ഇങ്ങനത്തെ ഇന്ത്യൻ കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെ അദ്ദേഹം വിളിക്കുന്നത് ടെമ്പിൾ ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഹി ഇൻഫ്ലുവൻസ് ദ ഇൻഡസ്ട്രി ബിസിനസ് ഹൗസ് ടു ബിൽഡ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ, അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം മൂലം, സമ്മർദ്ദമല്ല അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കോളേജുകൾ, അതുപോലെ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻഡസ്ട്രീസൊക്കെ ഈ ഇൻഡസ്ട്രിയിലോട് ഉണ്ടാക്കാൻ പറയുന്നു. അതേപോലെ തന്നെ എൻഹാൻസ് ഏതൊക്കെയാ സൊസൈറ്റിയിൽ സമൂഹത്തിനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമത്തിൻ്റെ വളർച്ച, അതേപോലെ തന്നെ വുമൺ ആൻഡ് സ്ത്രീ ശാക്തീകരണം ആൻഡ് എഡ്യൂക്കേഷൻസ് ഈ കാര്യങ്ങളൊക്കെ മഹാത്മാഗാന്ധി ഇവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റുകളോട് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. അതാണ് സെക്കൻഡ് ഫേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.
അടുത്ത തേർഡ് ഫേസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് വന്ന് എന്താണ് 1960 to 1980 സമയത്താണ് ഈ ഫേസ് വന്നത്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്തത് പൊതുമേഖല സ്ഥാപനങ്ങൾ വരാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതലും. അവരിലൂടെയാണ് പ്രോപ്പറായിട്ട് എന്താ പറയുക, അവരാണ് കൂടുതലും എന്താ പറയുക ഒരു അവരുടെ വെൽത്ത് കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ എന്നതുകൊണ്ട് അന്ന് ഈ ടൈമിൽ ഈ പബ്ലിക് സെക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ആവശ്യമായൊരു കാര്യമായിരുന്നു. ദ പോളിസി ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഹൈ ടാക്സസ് ആൻഡ് റിസ്ട്രിക്ഷൻ ഓൺ പ്രൈവറ്റ് സെക്ടർ ആൻഡ് റിസൾട്ട് ഇൻ കോർപ്പറേറ്റ് മാൽപ്രാക്ടീസസ്. ഹൈ ടാക്സസ്, ലൈസൻസ്, എന്ത് കാര്യം എടുക്കാനും ലൈസൻസ്, അതേപോലെ തന്നെ ടാക്സ്, അതേപോലെ പ്രൈവറ്റ് സെക്ടേഴ്സിന് റെസ്ട്രിക്ഷൻസ്, അതേപോലെ മൽപ്രാക്ടീസ്, അതായത് കള്ളത്തക്കടത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഇത് ലീഡ്സ് ടു എനാക്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ലെജിസ്ലേഷൻ റിഗാർഡിങ് കോർപ്പറേറ്റ് ഗവേണൻസ്, ലേബർ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ്, അതേപോലെ ലേബർ ആൻഡ് എൻവയോൺമെൻറ്റ് പുതിയ ആക്റ്റുകൾ പാസ്സാവാൻ തുടങ്ങി. ഇതിൻ്റെ ബേസിസിൽ പുതിയ ആക്റ്റുകൾ കാര്യങ്ങൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിന് തന്നെ PSU ഇതുകൊണ്ട് സ്റ്റിൽ PSU വർ നോട്ട് വെരി PSU എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കൻസ് ഇതുകൊണ്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ ജനങ്ങൾ എന്താണ് നാച്ചുറലി എന്താണ് ഷിഫ്റ്റ് ചെയ്തു. കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് പബ്ലിക്കിൽ നിന്ന് മാറിയിട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിലേക്കായിട്ട് അവരുടെ സോഷ്യൽ എക്കണോമിക് ഗ്രോത്ത് പ്രൈവറ്റ് സെക്ടേഴ്സാണ് വളർത്തുക എന്നൊരു എക്സ്പെക്റ്റേഷൻ വന്നു. ഈ 1965 അക്കാഡമിഷ്യൻ, പൊളിറ്റീഷ്യൻ, ബിസിനസ് സെറ്റപ്പ് നാഷണൽ, അതായത് പൊളിറ്റിക്കൽസ് അതുപോലെ ബിസിനസ്സുകാരും അവരൊക്കെ ഒരു 1965 ആയപ്പോൾ ഒരു വർക്ക്ഷോപ്പ് നടത്തി. അതായത് ശില്പശാല തുടങ്ങി. CSR ഓൺ ദ ബേസിസ് ചെയ്യുക. എന്തിനു പറ്റിയിട്ടായിരുന്നു? ഗ്രേറ്റ് സ്ട്രെസ് വി ലേഡ് ഓൺ, അതായത് അത് കൊണ്ടുവരാൻ കൂടുതൽ അവർ കാണിച്ചു വെച്ചത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി, സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി, അതുപോലെ സൊസൈറ്റിയോട് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കണം എന്നുള്ളൊരു കാര്യം ഇതിലേക്ക് ഇത് എടുക്കേണ്ടി വന്നു. ഈ വർക്ക്ഷോപ്പിൽ നടത്തിയപ്പോൾ അവരൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഗ്രേറ്റ് സ്ട്രെസ് എന്നാണ് അത് തീരുമാനം എടുക്കേണ്ടി വന്നു. ലേഡ് ഓൺ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഇൻ 1965 കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇനി ഫോർത്ത് ഫേസാണ് ഇനി പറയണം. ഇൻ 1980 ആയപ്പോൾ ഇന്ത്യൻ കമ്പനി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ CSR ഇൻടു സസ്റ്റൈനബിൾ ബിസിനസ് സ്ട്രാറ്റജി. അതായത് ഇന്ത്യൻ കമ്പനീസ് പറയണത് അവരുടെ ഒരു തന്ത്രമായിട്ട്, അതായത് എന്ത് വന്നാലും CSR എന്ത് വന്നാലും ബിസിനസ്സിൽ വേണം എന്നുള്ള അതൊരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് അവരത് CSR അഡോപ്റ്റ് ചെയ്തു. ഇൻ ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് ലിബറലൈസേഷൻ ഇൻ 1990s അറിയാലോ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ എന്താണ്. അപ്പോൾ ആ സമയത്ത് പാർഷ്യൽ വിഡ്രോവൽ എല്ലാത്തിനും ലൈസൻസ് കാര്യങ്ങൾ വേണമെന്നുള്ളതിൽ നമ്മുടെ എന്താ പറയുക ആ കാര്യങ്ങളൊക്കെ പാർഷ്യലി ആയിട്ട് കുറച്ച് കുറഞ്ഞു. അതായത് ഭയങ്കര സ്ട്രിക്റ്റുള്ള കാര്യങ്ങൾ കുറച്ച് അഴവ് വരുത്തിയവർ. ആൻഡ് അതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്തത്. ദ ബൂം ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് കൺട്രിയിൽ വളർച്ച ഉണ്ടാവുകയാണ്. ദിസ് ലീഡ് ടു ഇൻക്രീസ് momentum in industrial growth, making possible for companies to contribute more towards social responsibilities. ഇതിലൂടെ എന്തുണ്ടായി, ഒരു എന്താ പറയുക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവരുടെ ഉത്തരവാദിത്തമാണെന്ന് അവർക്ക് മനസ്സിലായി. കമ്പനി ഇതൊക്കെ കുറയ്ക്കുമ്പോൾ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടായി. അവർ അതിലൂടെ കൂടുതൽ സഹകരിച്ചു തുടങ്ങി. അതുപോലെ സ്റ്റാർട്ടഡ് ചാരിറ്റി ഈസ് നൗ അണ്ടർസ്റ്റുഡ് ആൻഡ് ആക്സെപ്റ്റഡ് ആസ് റെസ്പോൺസിബിൾ. അപ്പോൾ എന്തായിരുന്നു ചാരിറ്റിയുടെ ബേസിലായിരുന്നു മുമ്പ് കാര്യങ്ങൾ ചെയ്തിരുന്നത്, അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്തിട്ട് അവർ തന്നെ അത് ചെയ്തു തുടങ്ങി. ഇൻ കറൻറ്റ് സിനാരിയോ ഇൻ ഇന്ത്യ, ദ ന്യൂ കമ്പനീസ് ആക്ട് അമെൻഡ്മെൻറ്റ് December 2012 mandate the corporate to spend 2% of their average net profit of last 3 financial years towards CSR. കമ്പനി അമെൻഡ്മെൻറ്റ് ആക്ട് പ്രകാരം 2000 വന്നപ്പോൾ എല്ലാ കമ്പനികളും അവരുടെ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് 2% CSRന് വേണ്ടിയിട്ട് അവർ കൊടുക്കണമെന്ന് കമ്പനി ആക്ട് പ്രകാരം അമെൻഡ്മെൻറ്റ് ആക്ട് പ്രകാരം 2012 നിയമം വന്നു. അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഒരു 2%. ദിസ് ആപ്ലിക്കബിൾ ഫോർ കമ്പനി വിത്ത് ടേൺ ഓവർ 1,000 crore, PAT of 5 crores or net worth of 500 crore. The new bill replaced the Company Act 1950 and has carried forward the agenda for corporate social responsibility. എല്ലാവർക്കും എന്താ പറയുക കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ഈ 5 കോടി ഉള്ളവർ അല്ലെങ്കിൽ 100 കോടി ഉള്ളവർ അല്ലെങ്കിൽ പാക്റ്റ്
പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? പാക്റ്റ് എന്ന് പറഞ്ഞത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉള്ള ഇത് 5 കോറാണ്, അല്ലെങ്കിൽ നെറ്റ്വർത്ത് 500 കോർ ഉള്ളവരൊക്കെയാണ് എന്താണ് ഈ കമ്പനീസാണ് നമ്മുടെ 2% സമൂഹത്തിന് വേണ്ടി കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ കമ്പനീസ് ആയിട്ട് 1956 എന്താ ന്യൂ ബില്ല് അതൊക്കെ റീപ്ലേസ് ചെയ്തു, അതൊക്കെ മാറ്റിയിട്ട് പുതിയത് വന്നത് നമ്മുടെ CSRന് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് കൂടുതൽ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ലോ ആണ് വന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അവരെയാണ് കൂടുതൽ എന്താണ് സഹായിക്കേണ്ടതെന്നുള്ള നിയമങ്ങൾ കാര്യം വന്നു. 1956 കമ്പനീസായിട്ട് അവർ അത് എടുത്തു കളഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ CSRൻ്റെ ഇന്ത്യ ഇനീഷ്യേറ്റീവ് ചെയ്തുള്ള കാര്യങ്ങൾ. 4 ഫേസസ് ഞങ്ങൾ മനസ്സിലാക്കുക. പല കാര്യങ്ങളും, അതായത് ഈ ടാറ്റ ബിർള പോലെയുള്ള കമ്പനികൾ, അല്ലെങ്കിൽ ITC പോലത്തെ വലിയ വലിയ ഗ്രൂപ്പുകൾ, കമ്പനീസ് എല്ലാതും എന്താ പറയുക സൊസൈറ്റിക്ക് വേണ്ടി വളരെയധികം കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ കൊടുക്കേണ്ട. അത് ചാരിറ്റബിളിൻ്റെ ബേസിലായാലും ചിലപ്പോൾ എഡ്യൂക്കേഷൻ്റെ ബേസിലായിട്ട് അവരുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കോൺട്രിബ്യൂഷൻസ് കാഴ്ചവെക്കണം. അപ്പോൾ ഇത്രയുള്ള ഈ ചാപ്റ്റർ എന്തായാലും കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു.